ഹായ് ഫ്രണ്ട്സ്, എക്സാം ജോബ് ഐക്കൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC വഴിയല്ലാതെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ്. കോൺട്രാക്ട് ബേസിസിലായിരിക്കും നിയമനം. ക്വാളിഫിക്കേഷൻ BTech, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ MCA തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പോസ്റ്റ് ജോലി ലഭിക്കുന്നവർക്ക് 40,000 രൂപ മാസശമ്പളമായി ലഭിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് 25 to 40 ആണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം. എന്നാൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് കോൺട്രാക്ട് കാലാവധി നീട്ടുന്നതാണ്. സെലക്ഷൻ പ്രോസസ് ഇനിഷ്യൽ സ്ക്രീനിങ്ങിന്റെയും അല്ലെങ്കിൽ റിട്ടേൺ എക്സാമിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. അപേക്ഷ ദ മാനേജിംഗ് ഡയറക്ടർ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്, ഫസ്റ്റ് ഫ്ലോർ, BSNL, സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിംഗ്, നിയർ ഗവൺമെന്റ് പ്രസ്, സ്റ്റാച്യു, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാൽ വഴിയാണ് അയക്കേണ്ടത്. ബയോഡേറ്റയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഏജ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസും അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ്. അപേക്ഷകൾ അയക്കുന്ന എൻവലപ്പിന് മുകളിലായി ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അപേക്ഷകൾ മാർച്ച് 5 മുമ്പായി ഈ വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്